ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഒരു കർമൂസ എടുത്തിട്ട് ഇതിനെക്കൊണ്ട് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ തോലെല്ലാം ചെത്തി നല്ല കണ്ടീഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചിട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കർമൂസ തോല് ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാം. അതിന് വേണ്ടി വെല്ലം നാലഞ്ചാണി വെല്ലം ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അതിനുള്ള പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പം അണ്ടിപ്പരിപ്പ് തീർന്നു പോയതുകൊണ്ട് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെറുതെ ഇടക്കിടക്ക് നമുക്ക് ഹൽവയിലൊന്ന് കടിക്കൂലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഏലക്കായേൻ്റെ പൊടിയാണ് വേണ്ടത്. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് മുറിച്ചിടട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ കർമൂസ മുറിച്ചിടുന്നുണ്ട്. ഇത്രയും വണ്ണത്തിലാണ് മുറിച്ചിടുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പം വേഗം വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് തണിഞ്ഞതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴുത്ത കർമൂസ കൊണ്ടല്ല, പച്ച കർമൂസിനെ കൊണ്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനെല്ലാം മുറിച്ചിട്ട് ഇതാ കണ്ട. ഇനി ഇതിലേക്ക് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ടേ. അപ്പോൾ അത് വിസിൽ വന്നിട്ടാവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. വെച്ച് അപ്പോൾ അതാവട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, കർമൂസ് വെന്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജാറിലിട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അരച്ചെടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അരച്ചെടുത്തിട്ട് വേഗത്തിൽ വരുന്നേ. അപ്പം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിൻ്റെ അകത്തേക്ക് ഈ അരച്ചെടുത്ത സാധനത്തിന് ഒഴിച്ച് കൊടുക്കട്ടെ. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വെന്ത കാരണം നല്ല ഉഷാറിൽ തന്നെ കിട്ടി. ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ, ഗ്യാസ് കത്തിച്ചിട്ട്. എന്നിട്ട് നമുക്കിതിനെ വരട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി അതിനെ കുറുക്കി എടുത്തിട്ട് കൊണ്ടുവരിക. വെന്ത സാധനമാണല്ലോ. അപ്പോൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വെല്ലം ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ല കണ്ടീഷനായിട്ട് ഇനി നമുക്ക് വെല്ലം ഒരിക്കൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത്രയല്ലേ സാധനമുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് സാധനം മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടല്ലേ മധുരം വേണ്ടു, ഒരുപാട് വേണ്ടല്ലോ. സംഭവം അത്രയല്ലേ. അപ്പോൾ ഇത് പാകാന്ന്, ഞാൻ ഒഴിച്ച പാകാന്ന്. ബാക്കിയുള്ള വെള്ളം നമുക്ക് അവിടെ വെക്കാം. ഇനി വേറെ എന്തെങ്കിലും സാധനം വെക്കുമ്പോൾ നമുക്കതിന് എടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. കൈക്കെല്ലാം തെറിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കണം, തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കാൻ, ഇല്ലെങ്കിൽ കൈക്ക് തെറിച്ചിട്ട് പൊള്ളും. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുറുകി വരട്ടെ. കുറുകി വന്നതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നെയ്യും കൂടി ഒഴിച്ചുകൊണ്ട് ഇനിയിപ്പം കുറുകി വരും വേഗം. അപ്പോൾ ഇതാ ഈ ബദാം നമ്മൾ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതന്നെ പരിപാടി. അപ്പോൾ കുറുകി വരട്ടെ. കുറുകി വന്നിട്ട് നമുക്ക് ഹലുവേന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പൊടിച്ച് വെച്ച് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നതാണ്. ഇത്രയും മതി ഇതിന്. ഇപ്പോൾ കുറുകി വരട്ടെ. നെയ്യെല്ലാം ആവശ്യത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പം ആവശ്യത്തിനുള്ള നെയ്യ് ഞാൻ ഒഴിച്ചു. ഇനി നെയ്യൊന്നും വേണ്ട. ആ നെയ്യിൽ കിടന്നിട്ട് തന്നെ അതായിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണട്ടെ. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ഹലുവ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നമുക്ക് ഇളക്കിയിട്ട് റെഡിയാക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതായിരിക്കും. കുറച്ചുകൂടി ഒന്ന് റെഡിയാകണം. അപ്പോൾ അതും കൂടി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് വാങ്ങാം. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നതാണ്, എന്നാലും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ആയിട്ട് നമുക്ക് വാങ്ങാം. നല്ല അടിപൊളി ഹലുവ അപ്പോഴത്തേക്ക് റെഡിയാവും. അങ്ങനെ നമ്മുടെ കർമൂസ് ഹലുവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളടുത്ത് നമ്മൾ ഹലുവേൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ അല്ലേ വീഴുക, അതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട്. എൻ്റെ ഇപ്പോൾ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പം ബദാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല സാധനം. അപ്പോൾ ഞാനിതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ ഹലുവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വാങ്ങട്ടെ. ഓഫാക്കിയിട്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി ഹലുവയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർമൂസിനെ കൊണ്ടും ഹലുവ ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ അതിനെ ലെവലാക്കട്ടെ. സ്പൂൺ എടുത്തിട്ടാക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടായിക്കോളും.
ഒരുപാടൊന്നുമില്ല. ഒരു കർമോസ് എടുത്തിട്ട് നോക്കുമ്പം കുറച്ചേ ഉള്ളൂ ഗൈസ്, ഒരുപാടൊന്നുമില്ല. നിരത്തണം, എല്ലാം ഒന്ന് നിരത്തണം. അല്ലെങ്കിൽ പിന്നെ ഒരേപോലെ ആവില്ല. നിരത്തിയില്ലെങ്കിൽ അതാണ് ഒന്ന് നിരത്തി കൊടുക്കുന്നു. ഇനി ആ സ്പൂണിനൊന്നും നെയ്യൊന്നും തടവിയിട്ടില്ല. സ്പൂണിന് നെയ്യ് തടവിയതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. നെയ്യൊന്നും തടവാണ്ടാന്ന് എന്താ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. നെയ്യ് തടവിയതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. ഇങ്ങനെ പറ്റൂല. നെയ്യ് തടവി നോക്കട്ടെ. നെയ്യ് ഇതാ തടവിയിട്ടുണ്ട്. എന്നിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട്. കേട്ടോ, അതാണ് ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളിങ്ങനെ തടവുമ്പോൾ കുറച്ചൊരു നെയ്യ് നമ്മളാക്കുന്ന ആ സ്പൂണിന് ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ലെവലായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ തുടങ്ങി. കണ്ടാ, ഇത്രയേ ഉള്ളൂ പരിപാടി. കുറച്ച് ഇളക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തെറിക്കും, കൈക്കെല്ലാം തെറിക്കും. ബാക്കിയുള്ള ഹൽവ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. ഇത് വല്ലാണ്ട് കൈക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും പോലെ തെറിക്കുന്നുണ്ട്. നമ്മൾ കിണ്ണത്തപ്പെല്ലാം ആക്കുമ്പോൾ തെറിക്കുന്നില്ലേ, അതേ അവസ്ഥയിൽ ഇത് തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഞാൻ ഇനി കണ്ടിട്ടുള്ളൂ. അപ്പോൾ തെറിക്കുന്നതിന് എന്ത് വേണം, നമ്മൾ സിമ്മിലാക്കിയിട്ട് വേണം ഇനി ഇളക്കിക്കൊണ്ടിരിക്കാൻ. നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈക്ക് തന്നെ ഇത് തെറിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൈക്ക് തെറിച്ച് കഴിഞ്ഞാൽ കൈക്ക് പൊള്ളും. തിളക്കുന്ന സാധനമല്ലേ. പിന്നെ നെയ്യിൻ്റെ ഇതെല്ലാം കൊണ്ട് അപ്പോൾ ഞാൻ എല്ലാം നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആറിക്കഴിഞ്ഞതിൻ്റെ ശേഷമേ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റും. അതിലിടക്ക് എടുക്കാൻ മുറിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആറിയതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം, മുറിച്ചിട്ടല്ല. ഇപ്പം ഇത്രയേ ഉള്ളൂ. നല്ലവണ്ണം ആറണം, എന്നാൽ മാത്രമേ കിട്ടൂ. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് കർമോസിനെ കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതാ കണ്ട, ബൈ.